സൺഡേ ആയിട്ടൊരു പോർക്കറി ഉണ്ടാക്കിയാലോ? നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പോർക്കിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിക്കണം. ആദ്യമേ പറയാം, ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്. ഒരു തവണ ഇതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനതൊന്ന് പോർക്കിൽ ട്രൈ ആക്കി നോക്കിയതാട്ടോ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള, തക്കാളി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിടുക. കടുകിടുമ്പോൾ സൂക്ഷിക്കുക, ഇതുപോലെ ഇടരുത്. ഒരാവേശത്തിനിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. എടുത്ത് കളഞ്ഞത് നന്നായി, അല്ലെങ്കിൽ അതൊരു കടുക് കറിയായേനെ. എന്നിട്ട് അതിലോട്ട് കുറച്ച് വറ്റലമുളകും ഇച്ചിരി കരിവേപ്പില ഇട്ടിട്ട് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണം മാറുമ്പോൾ നമ്മുടെ അരപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആൻഡ് നോട്ട് ദ പോയിന്റ്, ഉപ്പിടാൻ മറക്കരുത്. ഞാൻ ഉപ്പിടാത്തത് വരെ ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടെന്ന് എനിക്ക് ഇന്നലാണ് മനസ്സിലായത്. ഇത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം അതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് പൊടി. മീറ്റ് മസാല ഇല്ലാത്തതുകൊണ്ട് കേട്ടോ, നിങ്ങൾ മീറ്റ് മസാല ഇട്ടാൽ. മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇത് മൂന്നും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണേ. നന്നായിട്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ കുത്തലെല്ലാം ശരിക്കും പോകണം. എന്നിട്ട് അതിലോട്ട് ആദ്യം വേവിച്ച് വെച്ച പോർക്കിൻ്റെ ആ നെയ്യാട്ടോ ചേർക്കുന്നേ. പിന്നെ 2 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ കറിയുടെ കുറുക്കം കണ്ടോ. സവോള അരച്ചിട്ടുള്ള ഗുണം ഇതാണേ. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് കറി റെഡിയായി. ഇതായിരുന്നേ കറിയുടെ ഫൈനൽ ലുക്ക്. കുറച്ചും കൂടി എരിവുണ്ടായിരുന്നെങ്കിലും നല്ലതായിരുന്നെന്ന് തോന്നി. പക്ഷെ അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള നല്ലൊരു കറിയായിരുന്നു. ശരി എന്നാൽ.